കഥയുടെ തുടക്കത്തിൽ തന്നെ പാർട്ടിക്കാരായ ദീപക്കും അഖിലും ബസ് കത്തിക്കാനായി പോകുകയാണ്. ഇതേ സമയം അഖിലിന്റെ ഗേൾഫ്രണ്ടായ ആതിര അവനെ ഫോണിൽ വിളിക്കും. എന്നാൽ അഖിൽ ആ കോൾ കട്ട് ചെയ്യും. അവൾ വീണ്ടും കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവസാനം അഖിൽ ആ ഫോൺ എടുക്കും. എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ അവരോട് പറഞ്ഞത് എനിക്ക് പേടിയായിട്ടാണ്. 2-3 ദിവസം കഴിയുമ്പോഴേക്കും അവരെന്നെ ഇവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് നാട് കടത്തും. അതിനു മുന്നേ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് അഖിലിനോട് ആതിര പറയും. ഇതേ സമയത്ത് ദീപക് ആ വണ്ടി കത്തിക്കും. അവിടെ നിന്ന് വന്ന അഖിൽ തന്റെ വീടിനടുത്തുള്ള ഒരു കിണറ്റിന്റെ സൈഡിൽ ഇരുന്ന ശേഷം ആതിരയുമായി റിലേഷനിലായ കാര്യമൊക്കെ ആലോചിക്കും. ദീപക്കും അഖിലും ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. എന്നാൽ ആതിര അവരുടെ ജൂനിയർ ആയിരുന്നു. ഒരു ദിവസം പാർട്ടി പരിപാടിയുമായി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആതിര ദീപകിനോട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്. അങ്ങനെ അവർ പരസ്പരം വളരെയധികം സ്നേഹിക്കും. അഖിൽ ഇടയ്ക്ക് പാർട്ടിക്കാര്യം പറയാൻ വേണ്ടി ആതിരയുടെ ചേട്ടൻ ദീപകിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ചും ആതിരയെ കാണുമായിരുന്നു. ആതിരയ്ക്ക് 18 വയസ്സാകുമ്പോൾ അവർ രണ്ടുപേരും ബീച്ചിന്റെ സൈഡിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആതിരയുടെ ചേട്ടൻ കാണുകയും അത് പ്രശ്നമാവുകയും ചെയ്യും. ഇതേ സമയം അഖിൽ തന്റെ അടുത്ത കൂട്ടുകാരായ ആകാശിനെയും പട്ടരെയും വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും ആ രാത്രി അഖിലിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ആതിര വിളിച്ചു എന്ന് അഖിൽ അവരോട് പറയും. എന്നാൽ നീ ഒരു ഫ്രണ്ട് ആണെന്നല്ലേ അവൾ വീട്ടുകാരെ മുന്നിൽ വെച്ച് പറഞ്ഞത്, പിന്നെ അവൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പേടി കാരണമാണ് അങ്ങനെ പറഞ്ഞത്. അവളെ ഉടനെ തന്നെ അവർ അഹമ്മദാബാദിലേക്ക് നാട് കടത്തും. അതിനു മുന്നേ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്ന് അഖിൽ അവന്റെ ഫ്രണ്ട്സിനോട് പറയും. എന്നാൽ അവർ പാർട്ടി ഫാമിലിയാണ്, വളരെ റിസ്ക് ഉള്ള കാര്യമാണ്, എന്നാലും നമുക്ക് ശ്രമിക്കാമെന്ന് അഖിലിന്റെ ഫ്രണ്ട്സ് പറയും. അടുത്ത ദിവസം രാവിലെ അഖിലും ഫ്രണ്ട്സും കൂടി തങ്ങളുടെ നാട്ടിലെ സ്നേഹിച്ച പെണ്ണിനെ ധൈര്യമായി വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദിനേശ് ചേട്ടന്റെ അടുത്ത് ചെന്ന് കാര്യം പറയും. എന്നാൽ അഖിൽ സ്നേഹിക്കുന്നത് നാട്ടിലെ പാർട്ടി സെക്രട്ടറിയുടെ മോളെയാണെന്ന് അറിഞ്ഞ ദിനേശൻ അതൊക്കെ വലിയ പ്രശ്നമാവും, നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. എന്നാൽ ദിനേശൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന ശേഷം അഖിൽ വീണ്ടും അതേ കാര്യം തന്നെ പറയും. എന്നെയും ആതിരയും ബീച്ചിൽ വെച്ച് അവളുടെ ചേട്ടൻ പിടിച്ചതാണ്. അതിനുശേഷം അവളുടെ അച്ഛൻ രവീന്ദ്രൻ എന്റെ അച്ഛനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അവളുടെ അച്ഛൻ രവീന്ദ്രൻ എന്നോട് വളരെ കൂളായാണ് പറഞ്ഞത്, അവൾക്ക് നിന്നോട് ഒന്നുമില്ലെന്നാണ് പറഞ്ഞതെന്ന്. അപ്പോഴേക്കും അവളും അങ്ങോട്ടേക്ക് വന്ന് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷേ വീട്ടുകാരെ പേടിച്ചാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അവൾക്ക് എന്നെ മാരേജ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൾ സൂസൈഡ് ചെയ്യും. അവൾ സൂസൈഡ് ചെയ്താൽ ഞാനും സൂസൈഡ് ചെയ്യും. ഞങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ ദിനേശ് ചേട്ടൻ മാത്രമേ ഉള്ളൂന്ന് അഖിൽ അയാളോട് പറയും. അങ്ങനെ അഖിലിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ദിനേശൻ അഖിലിനെ സഹായിക്കാമെന്ന് പറയും. അന്ന് രാത്രി അവർ അഖിലിനെയും ആതിരയും ഒന്നിപ്പിക്കാനായുള്ള വഴികൾ ഓരോന്നായി ആലോചിക്കും. ഇപ്പോഴേക്കും അഖിലിന്റെ കൂട്ടുകാരൻ പട്ടര് പറയും, നിങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താൽ പോരെ, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയും. എന്നാൽ അപ്പോഴേക്ക് ദിനേശ് ചേട്ടൻ പറയും, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം അവർ നിങ്ങളുടെ നോട്ടീസ് പബ്ലിക്കായി പതിക്കും. അതെന്തായാലും അവളുടെ അച്ഛൻ അറിയാം. അപ്പോഴേക്കും അവളുടെ ഏട്ടൻ അർജുൻ എത്തി നിന്നെ വെട്ടിക്കൂട്ടുമെന്ന് ദിനേശ് ചേട്ടൻ പറയും. എന്നാൽ ആകാശ് പറയും, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ബാംഗ്ലൂരുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ബാംഗ്ലൂർ പോയി സുഖമായി ജീവിച്ചൂടെ എന്ന്. എന്നാൽ അപ്പോൾ ദിനേശ് ചേട്ടൻ പറയും, ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ സുഖമായി ജീവിക്കുന്നു എന്ന് അറിഞ്ഞാൽ ആതിരയുടെ ചേട്ടൻ അർജുൻ ഉറപ്പായും അങ്ങോട്ടേക്ക് ചെന്ന് ഇവനെ വെട്ടിക്കൊല്ലുമെന്ന്. പിന്നെ ഇനി എന്താണ് ഒരു വഴിയെന്ന് അവർ ചോദിക്കുമ്പോൾ ഒരു വഴിയുണ്ട്, അത് ഞാൻ നാളെ പറയാമെന്ന് ദിനേശ് ചേട്ടൻ അവരോട് പറയും. അടുത്ത ദിവസം രാവിലെ തന്നെ ദിനേശൻ അഖിൽ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ എത്തിയ ശേഷം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുക, അതിനുള്ള വഴിയൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം, പക്ഷേ ഒരു 50,000 രൂപ ചെലവ് വരുമെന്ന് ദിനേശ് ചേട്ടൻ അവനോട് പറയും. അത് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് ദിനേശ് ചേട്ടനോട് അഖിൽ പറയും. എന്നിട്ട് അഖിൽ തന്റെ ഫ്രണ്ട്സിനോട് പറയും, ഈ ബൈക്ക് വിൽക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന്. എന്നാൽ അഖിലുമായുള്ള റിലേഷൻ വീട്ടിൽ അറിഞ്ഞ ശേഷം ആതിരയുടെ ഫോൺ ചാർജ് ചെയ്യാനൊന്നും അവർ അനുവദിക്കില്ല. അങ്ങനെ അടുത്ത ദിവസം പാർട്ടിയുടെ മനുഷ്യച്ചങ്ങല പരിപാടി നടക്കുമ്പോൾ ദീപക് അഖിലിനോട് വന്ന് ചോദിക്കും, നീ ആതിരയുമായുള്ള റിലേഷൻ എന്തായെന്ന്. അത് ബ്രേക്കപ്പ് ആയി എന്ന് അഖിൽ ദീപകിനോട് പറയും. ദീപക് തന്റെ അടുത്ത ഫ്രണ്ട് ആണെങ്കിലും ആതിരയുടെ ചേട്ടൻ അർജുനുമായി ദീപക് വലിയ കമ്പനിയാണ്. അതുകൊണ്ട് തന്റെ പ്ലാൻ എന്നും അഖിൽ ദീപകിനോട് പറഞ്ഞില്ല. അങ്ങനെ അഖിലും ഫ്രണ്ട്സും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആതിരയും മനുഷ്യച്ചങ്ങലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ ആതിരയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആതിരയുടെ ചേട്ടൻ അർജുൻ അങ്ങോട്ടേക്ക് വന്ന് അവനോട് പറയും, നീ ആതിരയുമായുള്ള റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കാം. എന്നാൽ അപ്പോൾ അഖിലിന്റെ ഫ്രണ്ട് പട്ടർ ജാഥയ്ക്ക് നിൽക്കുന്നവർക്ക് തൊപ്പി കൊടുക്കാനെന്ന ഭാവത്തിൽ അങ്ങോട്ടേക്ക് വന്ന് ഒരു ഫുൾ ചാർജ്ഡ് ബാറ്ററി ആതിരയുടെ കയ്യിൽ ആരും കാണാതെ കൊടുക്കും. അന്ന് രാത്രി തിരിച്ച് വീട്ടിലെത്തിയ അഖിൽ തന്റെ അമ്മയോട് ആതിരയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയും. എന്നാൽ ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട് എന്നും അത് അമ്മ കുറി പിടിച്ച് തരണമെന്നും പറയും. അങ്ങനെ അടുത്ത ദിവസം അഖിലിന്റെ അമ്മ ആ കുറി പിടിച്ച് 50,000 രൂപ അവന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അച്ഛനോട് പോലും ആതിരയുടെയും ഈ പൈസയുടെയും കാര്യം പറയരുതെന്ന് അവന്റെ അമ്മ അവനോട് പറയും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അഖിലും ദീപക്കും കൂടി പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങിന് പോകുകയാണ്. ആതിരയുടെ ചേട്ടൻ അർജുനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോഴേക്കും ആതിര അഖിലിന്റെ ഫോണിൽ വിളിച്ച ശേഷം പറയും, മറ്റന്നാളത്തെ ട്രെയിനിന് എന്നെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരുടെ പ്ലാൻ, അതിനു മുന്നേ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആതിര ഫോൺ കട്ട് ചെയ്യും. ഇതേ സമയം പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് സംഘർഷമാകുകയും ആതിരയുടെ ചേട്ടൻ ഒരുപാട് അടി കിട്ടുകയും ചെയ്യും. അങ്ങനെ അത് കാരണം അടുത്ത ദിവസം പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന ന്യൂസും കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിനേശൻ. അപ്പോഴേക്കും അഖിലും ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് എത്തി മറ്റന്നാൾ ആതിരയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും.
എന്നാൽ നാളെ ഹർത്താലല്ലേ, കല്യാണം കഴിക്കണമെങ്കിൽ മാലയൊക്കെ വേണ്ടേ? അതെന്റെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ പറഞ്ഞിട്ടുണ്ട്, നീ രാവിലെ അവിടെ പോയി മേടിച്ചാൽ മതി എന്ന് ദിനേശ് ചേട്ടൻ അഖിലിനോട് പറയും. എന്നാൽ അഖിൽ ഉടനെ തന്നെ ആതിരയെ വിളിച്ച് മറ്റന്നാൾ രാവിലെ തളിയിൽ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയും. എന്നാൽ ആതിര അഖിലിനോട് പറയും, മറ്റന്നാൾ എനിക്ക് അമ്പലത്തിൽ കയറാൻ കഴിയില്ല, ഞാനൊന്ന് പീരീഡ്സ് ആകുമെന്ന്. അതിന് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് അഖിൽ കോള് കട്ട് ചെയ്യും. അതിനുശേഷം അഖിലും ഫ്രണ്ട്സും കൂടി പീരീഡ്സ് ആവാതിരിക്കാനുള്ള ടാബ്ലറ്റും കൊണ്ട് ആതിരയുടെ വീട്ടിലേക്ക് പോകും. ആതിരയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയ ശേഷം ഒരു ടെന്നീസ് ബോൾ മുറിച്ച് അതിന്റെ അകത്ത് ഗുളിക വെച്ച ശേഷം അഖിൽ ആതിരയെ വിളിച്ച് ഈ ബോളിനുള്ളിൽ ഞാൻ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് അഖില ടാബ്ലറ്റ് വെച്ച ബോൾ ആതിരയുടെ ജനലിലൂടെ അവളുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അടുത്ത ദിവസം രാവിലെ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ഒരു കടയും തുറക്കില്ല. അഖിലും ആകാശം കൂടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കണ്ടെത്തും. എന്നിട്ട് അവിടെ നിന്നും ആതിരയ്ക്കുള്ള ഡ്രസ്സ് എടുക്കും. അത് കഴിഞ്ഞ് ദിനേശ് ചേട്ടൻ പറഞ്ഞ സ്വർണ്ണക്കടയിലെത്തി 2 പവന്റെ സ്വർണ്ണമാല വാങ്ങും. ഇതെല്ലാം കഴിയുമ്പോൾ അഖിലിന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീരും. എന്നാൽ താൻ ഗോവയ്ക്ക് പോകാനായി വെച്ചിരുന്ന പൈസ ആകാശ് അഖിലിനായി കൊടുക്കും. അപ്പോഴേക്കും ദിനേശ് ചേട്ടൻ അഖിലിനെ വിളിച്ച് നാളത്തേക്ക് പോകാനുള്ള വണ്ടിയൊക്കെ അറേഞ്ച് ആയില്ലേ എന്ന് ചോദിക്കും. എല്ലാം സെറ്റാണ് എന്ന് പറയുമ്പോഴേക്കും ദീപക് അങ്ങോട്ടേക്ക് വന്ന് അഖിലിനോട് ചോദിക്കും, ഞാൻ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാത്തതെന്ന്? നിന്റെ ബൈക്ക് വാങ്ങിക്കാൻ ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദീപക് അവിടെ നിന്ന് പോകും. എന്നിട്ട് അഖിൽ ആതിരയെ വിളിച്ച് രാവിലെ 3 മണിയാകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും, നീ ഇറങ്ങി വരണമെന്ന് പറയും. ഞാൻ ഇറങ്ങിയൊന്നും വരില്ല, നീ എങ്ങനെയെങ്കിലും അച്ഛന്റെ കണ്ണും വെട്ടിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആതിര ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അഖിലും ഫ്രണ്ട്സും രാവിലെ 3 മണിക്ക് കാറുമായി ആതിരയുടെ വീട്ടിന്റെ അടുത്ത് എത്തും. ആതിരയുടെ വീട്ടിലെത്തി അഖിൽ അവിടെ ഉണ്ടായിരുന്ന പശുവിനെ അഴിച്ചുവിടും. പശുവിന്റെ ശബ്ദം കേട്ട് ആതിരയുടെ അച്ഛൻ എണീക്കും. ആതിരയുടെ ചേട്ടന് പിക്കറ്റിംഗിൽ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവളുടെ അമ്മയും ഹോസ്പിറ്റലാണ്. അങ്ങനെ ആതിരയുടെ അച്ഛനും അവളുടെ കസിനും കൂടി പശുവിനെ പിടിക്കാനായി ഓടുന്ന സമയത്ത് ഇപ്പോഴേക്കും അഖിൽ അകത്ത് കയറി ആതിരയും പിടിച്ച് കാറിലേക്ക് കൊണ്ടുവന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് സേഫായി പോകും. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആതിരയുടെ ചേട്ടൻ അർജുൻ അഖിലിന്റെ വീട്ടിലെത്തി മര്യാദയ്ക്ക് അവർ രണ്ടുപേരും എവിടെയുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തും. എന്നാൽ നീ പോയി കൊല്ലട ചേർക്ക എന്ന് അഖിലിന്റെ അമ്മ അവനെ കളിയാക്കും. എന്നാൽ ഇതേ സമയം അഖിലും ആതിരയും ദൂരെയുള്ള ഒരു അമ്പലത്തിലെത്തി കല്യാണം കഴിക്കും. അതിന് തെളിവായി ഫോട്ടോസ് ഒക്കെ എടുക്കും. എന്നിട്ട് ദിനേശന് പരിചയമുള്ള ഒരു വീട്ടിൽ പോയി അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഖിലിന്റെ വീട്ടിൽ നിന്നും അഖിലിന്റെ അച്ഛൻ വിളിക്കും. നിന്റെ കല്യാണം കഴിഞ്ഞോടാ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയും. എന്നാൽ നീ 2-3 ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടുത്തെ പ്രശ്നമെല്ലാം കഴിഞ്ഞ ശേഷം വന്നാൽ മതി എന്ന് പറയും. കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അവർ മൂകാംബികയിലേക്ക് പോകാനായി തിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് ആതിര അഖിലിനോട് ചോദിക്കും, നിനക്ക് പേടിയുണ്ടോ? പേടിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് അഖിൽ പറയും. അങ്ങനെ മൂകാംബയിലെത്തി അവർ അവിടെ 2 റൂം എടുക്കും. എന്നിട്ട് ദിനേശൻ അവരോട് പറയും, ഇവിടെ എല്ലാം മലയാളീസ് ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ അഖിലും ആതിരയും റൂമിലിരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്ന് അഖിലിനെ വിളിച്ചുകൊണ്ട് പോകും. റൂമിലെത്തിയ ശേഷം ദിനേശൻ അഖിലിനോട് പറയും, ആതിരയുടെ അമ്മൂമ്മ മരിച്ചുപോയി എന്ന്. അപ്പോൾ അഖിൽ പറയും, അവൾക്ക് അമ്മൂമ്മയെ വലിയ ഇഷ്ടമാണ്, എന്തായാലും കാണാൻ പോകണമെന്ന്. അങ്ങനെ ആതിരയും കൂട്ടി മുത്തശ്ശിയുടെ ബോഡി കാണാനായി അഖിൽ നാട്ടിലേക്ക് പോകും. അങ്ങനെ രാത്രിയോട് കൂടി അവർ തിരിച്ച് നാട്ടിലെത്തും. നാട്ടിലെത്തുമ്പോൾ ആതിര അഖിലിന്റെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അമ്മൂമ്മയുടെ അടുത്തെത്തി ആ ബോഡി കണ്ട് ആതിര കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പാർട്ടിയിലെ ഒരു വലിയ നേതാവ് അങ്ങോട്ടേക്ക് വരും. എന്നാൽ ഇതേ സമയം ആതിരയുടെ അച്ഛൻ അഖിലിന്റെ അടുത്തേക്ക് വന്ന് അവനെ തല്ലാനായി തുടങ്ങും. ഇതേ സമയം ആ നേതാവ് അടിപിടി നടക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റാനായി വരുമ്പോൾ ആതിരയുടെ അച്ഛൻ ആള് മാറി അയാളെ അടിക്കും. അങ്ങനെ അവിടെ വന്നവരും പോയവരും തമ്മിൽ വലിയ അടി നടക്കുമ്പോൾ അഖിൽ ആതിരയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വണ്ടിയിലോട്ട് കയറുമ്പോൾ ദിനേശ് ചേട്ടൻ അവരോട് ചോദിക്കും, ഇനി എങ്ങോട്ട് പോകുമെന്ന്. എനിക്ക് കണ്ണൂർ ഒരു അമ്മായി ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ കണ്ണൂരിലെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെ എത്തി എല്ലാം സെറ്റായ ശേഷം ദിനേശ് ചേട്ടനും അഖിലിന്റെ ഫ്രണ്ട്സും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് അവർ നാട്ടിലേക്ക് പോകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആതിരയെ അന്വേഷിച്ച് കണ്ണൂരിലെ വീട്ടിലേക്ക് പോലീസുകാർ വരും. അങ്ങനെ ആതിരയെ അവർ പിടിച്ചുകൊണ്ടു പോകും. കേസ് കോടതിയിലെത്തും. അങ്ങനെ കോടതിയിലെത്തിയ ശേഷം ആതിര മജിസ്ട്രേറ്റിനോട് പറയും, ഞാനും അഖിലും സ്നേഹത്തിലാണ്, ഞങ്ങളുടെ കല്യാണം തളിയിൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ സബ്മിറ്റ് ചെയ്യും. എന്നാൽ ഇതേ സമയം ആതിരയുടെ അച്ഛന്റെ വക്കീൽ പറയും, ആതിരയ്ക്ക് 18 വയസ്സായിട്ടില്ല, 18 വയസ്സ് തികയാൻ ഇനിയും 6 ദിവസം കൂടി ഉണ്ട് എന്നും പറഞ്ഞ് എതിർഭാഗം വക്കീൽ ആതിരയുടെ SSLC സർട്ടിഫിക്കറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. എന്നാൽ SSLC സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു, എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ സൂസൈഡ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ കോടതി ആതിരയെ ബാലഭവനിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ആതിര വളരെയധികം വിഷമത്തോടു കൂടി ബാലഭവനിൽ കഴിയുകയാണ്. ഇതേ സമയം നാട്ടിൽ അഖിലിന്റെ ഫ്രണ്ട്സ് അഖിലും ആതിരയും തമ്മിലുള്ള മാരേജ് കഴിഞ്ഞു എന്നും പറഞ്ഞ് ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെക്കും. ഇത് ദീപക് കാണും. തൊട്ടടുത്ത ദിവസം പാർട്ടി ഓഫീസിൽ അഖിലിന്റെ കല്യാണക്കാര്യം പറഞ്ഞ് കോംപ്രമൈസ് മീറ്റിംഗ് നടക്കുമെങ്കിലും പാർട്ടി ഇതിൽ ഇടപെടേണ്ട, ഇത് നമ്മുടെ കുടുംബക്കാര്യമാണ് എന്നും പറഞ്ഞ് അഖിലിന്റെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുക. എന്നാൽ പാർട്ടിക്കാർ അഖിലിനെ സപ്പോർട്ട് ചെയ്യും. പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന അഖിലിന്റെ ചേട്ടൻ നിന്നെ ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ് അഖിലിനെ ഭീഷണിപ്പെടുത്തും. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവരുടെ വക്കീൽ അവരോട് പറയും, ഒന്നുകിൽ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ഹിയറിംഗിന് അഖിൽ കോടതിയിൽ വരാൻ പാടില്ല എന്ന്. അങ്ങനെ അഖിൽ കോടതിയിലേക്ക് വരാനായി ഒരുങ്ങുമ്പോൾ പഴയ ബസിന്റെ കേസ് പറഞ്ഞ് അഖിലിനെ ആ പോലീസുകാരൻ വന്ന് അറസ്റ്റ് ചെയ്യും. എന്നാൽ അഖിലല്ല ആ വണ്ടി കത്തിച്ചത്, ഞാനാണ് ആ വണ്ടി കത്തിച്ചതെന്നും പറഞ്ഞ് ദീപക് ആ കേസ് ഏറ്റെടുക്കും. എന്നിട്ട് ദീപക് അഖിലിനോട് പറയും, നിനക്കാണ് എന്റെ ഫ്രണ്ട്ഷിപ്പിൽ സംശയമുണ്ടായിരുന്നത്, എനിക്കെപ്പോഴും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയും. അതിനുശേഷം കോടതിയിലെത്തിയ ആതിരയുടെ അച്ഛൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്യാനായി നോക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ ഗംഭീരമായി നടത്തി തരാമെന്ന് പറയും. അങ്ങനെ കോർട്ട് റൂമിൽ കയറിയ ആതിര ജഡ്ജിനോട് പറയും, എന്റെ അച്ഛന്റെ പാർട്ടി പ്രസംഗവും ആദർശവും കേട്ടാണ് ഞാൻ വളർന്നത്, പക്ഷെ അന്ന് ബീച്ചിൽ വെച്ച് എന്നെയും അഖിലിനെയും കണ്ട ശേഷം
അഖിൽ വീട്ടിൽ വന്ന് പോയ ശേഷം എന്റെ അച്ഛൻ ചേട്ടനോട് പറഞ്ഞു അവനൊക്കെ വെറും താഴ്ന്ന ആളുകളാണ്, ഈ നായിനെയൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം എന്ന് പറഞ്ഞത് ഞാൻ മുറിയിൽ ഇരുന്ന് കേട്ടു എന്ന് പറയും. അച്ഛൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ആതിര കോടതിയിൽ ശക്തമായി പറയും. ആതിരയ്ക്ക് 18 വയസ്സ് തികഞ്ഞത് കൊണ്ട് തന്നെ അഖിലിനോടൊപ്പം ജീവിക്കാൻ കോടതി അനുവദിക്കും. അതിനുശേഷം കേസും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.